എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹസ്മരണയും നമസ്കാരവും. പ്രിയ സുഹൃത്തെ, മനഃശക്തി എന്താണ്? മനഃശക്തി ജീവിതമാകുന്ന ലക്ഷ്യബോധമാണ് മനഃശക്തി. ഒരു സിംഹവും മാനും തമ്മിലുള്ള ഓട്ടമത്സരങ്ങളിൽ എപ്പോഴും എന്തുകൊണ്ടാണ് മാൻ ജയിക്കുന്നത്? കാരണം സിംഹം ഓടുന്നത് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയും മാൻ ഓടുന്നത് അതിൻ്റെ ജീവിതമാകുന്ന ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്യമാണ് പ്രശ്നം, ലക്ഷ്യമാണ് ഫോക്കസ്. ഈ ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകർ ശബരിമല കയറുന്ന സമയത്ത് അവർ പറയും, കല്ലും മുള്ളും കാലുക്കുമത്തെ. കല്ലും മുള്ളും കാലുക്കുമത്തെ ആയിട്ടാണോ അവരങ്ങ് പറയുന്നത്? പക്ഷെ അവർക്ക് ലക്ഷ്യമുണ്ട്. അവർക്ക് എന്താണ് ലക്ഷ്യം? അയ്യനെ കാണണം. അയ്യനെ കണ്ടാൽ എന്താണ് കിട്ടുക? അവർക്ക് സർവ്വം കിട്ടും, അവർക്ക് മോക്ഷം കിട്ടും. അപ്പോൾ അവിടെ ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ പോകുന്ന വഴികളൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്, കല്ലും മുള്ളും കാലുക്കുമത്തെ എന്ന് പറയുന്നത്. അത് കല്ലും മുള്ളും കാലുക്കുമത്തെ ആയിട്ടല്ല. അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ലക്ഷ്യബോധമില്ലാതാകുമ്പോൾ നമ്മൾ തളരുന്നു, പ്രശ്നങ്ങളിൽ നമ്മൾ പേടിക്കുന്നു. ഒന്ന് അതിനെ ഫേസ് ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം അതൊരു കടലാസ് പുലിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ മനസ്സിലെ ധൈര്യവും ശക്തിയും കൈവരിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുക. പ്രശ്നങ്ങൾ വളരെ സിമ്പിളായി പോകുന്നതായിട്ട് കാണാം. ഭയക്കരുത്. നിങ്ങളുടെ ഈ ജീവിതത്തിന്, ഈ ജന്മത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ആ സുപ്രീം പവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അത് നിങ്ങളെ നിറവേറ്റിയേ പറ്റൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സദാസമയവും നിങ്ങളുടെ ആ സുപ്രീം പവർ വാച്ച് ചെയ്യുന്നുണ്ട്. അത് തളരാതെ മനസ്സിനെ ശക്തിപ്പെടുത്തി പ്രസന്നതമായ, അല്ലാതെ പ്രശ്നചിത്താവരുത് ഒരിക്കലും. പ്രസന്നത നിറയ്ക്കുക. പ്രസന്നതയും ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കാണ്, സക്സസിലേക്കാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, എല്ലാവിധ ധൈര്യവും ശക്തിയും ആനന്ദവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ എത്തിമാറാകട്ടെ. നന്ദി, നമസ്കാരം.